വിട്ട് ഞാൻ ചേച്ചിയോടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. നീ എന്ത് ചെയ്യടി? പറയടി. കൈമാറ്റം. പഴ്സോ കർച്ചീഫോ വാച്ചോ. ഹലോ, അങ്ങനെ സുഗമോ ദേവിക നമ്മുടെ രജനിക്ക് കൊടുത്തു മക്കളെ. നമ്മൾ കുറെ ആയി വിചാരിക്കുന്നു രജനിക്ക് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിലെന്ന്. അത് ദേവിക ഇന്നത്തെ പ്രൊമോയിൽ നടത്തുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രജനി വീണ്ടും ഇങ്ങനെ കുറെ കുത്തുവാക്കുകൾ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇത്ര നാൾ ഞാൻ ആ ബഹുമാനം വിട്ട് ചേച്ചിനോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനി ഞാൻ ചേച്ചിക്ക് നല്ലത് തരും എന്നൊക്കെ പറയുകയാണ്. അപ്പൊ രജനി പറയുന്നുണ്ട്, നീ പറയടി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും മെക്കിട്ട് കയറുന്നുണ്ട്. മിക്കവാറും ദേവികയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ചിട്ടേ രജനി അടങ്ങുള്ളൂ അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കെവിൻ വിളിച്ച് നന്ദനോട് ചോദിക്കുന്നുണ്ട്, എടാ അവന്റെ ഋഷിയുടെ വാച്ചോ ഫോണോ എന്തെങ്കിലും അവിടെ മിസ്സായതായിട്ട് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദന് വീണ്ടും ഇങ്ങനെ ആ ഒരു പരിഭ്രാന്തി കൂടി വരുവാട്ടോ. ലാസ്റ്റ് ഋഷിയുടെ പ്രേതം നമ്മുടെ നന്ദന്റെ തോന്നലായിരിക്കും മിക്കവാറും അല്ലെ. ഋഷിയുടെ പ്രേതം എടാ നന്ദ എന്നിങ്ങനെ വിളിക്കുന്ന പോലെ നന്ദന് തോന്നുന്നുണ്ട്. നന്ദൻ ഇങ്ങനെ ഞെട്ടി ആ പ്രേതത്തെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകർ? എന്തായാലും അരുന്ധതി ഇതൊക്കെ അറിയുമ്പോഴായിരിക്കും നമ്മുടെ സുഗമോദേവി ആകപ്പാടെ മറിയാൻ പോകുന്നത്. CP അതിനിടയിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട്, ഋഷിയെ കാണാത്തതിന് പിന്നിൽ നിനക്കെങ്ങാനും പങ്കുണ്ടെങ്കിൽ നീ തീർന്നടാ എന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ നന്ദനാണ് ഋഷിയെ തീർത്തത് എന്നെങ്ങാനും അറിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.